ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ TextUtils വെബ്സൈറ്റിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബാക്കെൻഡ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ പ്രോജക്റ്റിൽ കയറി നമ്മുടെ ടെർമിനൽ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ജസ്റ്റ് കോഡ് സ്പേസ് ഇരിക്കാം. നമ്മുടെ VS കോഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ TextUtils വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ടെക്സ്റ്റ് ഏരിയക്കകത്ത് ഒരു ഡേറ്റ എൻട്രി ചെയ്യുന്നു. നമ്മളതിനെ റിമൂവ് പങ്ക്ച്വേഷൻ എന്നുള്ള ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള പങ്ക്ച്വേഷൻ എല്ലാം റിമൂവ് ചെയ്തൊരു ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഔട്ട്പുട്ട് കിട്ടാനുള്ളൊരു HTML ഫയൽ സെറ്റ് ചെയ്യണം. അതിന് ജസ്റ്റ് analyze.html എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് അതിനകത്ത് നമുക്കൊരു ബേസിക് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം, TextUtils വെബ്സൈറ്റ്. ഓക്കെ, നമുക്കിവിടെ ഒരു H1 ടാഗ് കൊടുക്കാം. H1 ടെക്സ്റ്റ് അനലൈസ്ഡ് ഡാറ്റ. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കാം. ഈ പാരഗ്രാഫ് ടാഗിനകത്ത് നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഡേറ്റനെ കിട്ടണം, ഫെച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ URL സെറ്റ് ചെയ്യാം. URL സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നൊരു URLലോട്ട് പോകണം. നമ്മുടെ വേറൊരു ഫംഗ്ഷനെ വിളിക്കണം. ആ പേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാത്ത് അവിടെ നമുക്ക് അനലൈസ് എന്ന് പറഞ്ഞൊരു URL സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു കോമ കൊടുത്തിട്ട് views.analyze കോമ നെയിം കൊടുക്കാം, അനലൈസ് തന്നെ കൊടുക്കാം, അനലൈസ്. നമ്മളിവിടെ ഈ ഫംഗ്ഷൻ്റെ ഈ പേര് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് വ്യൂസിലോട്ട് വന്ന് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഡഫ് അനലൈസ്, അതിൽ റിക്വസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് റിട്ടേൺ റെൻഡർ. റെൻഡർ ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ചാനൽ വരുന്നതാണെങ്കിൽ ഇതൊരു പ്ലേലിസ്റ്റിൽ പോകുന്ന ഒരു സീരിയസ് ആയിട്ട് പോകുന്നൊരു കോഴ്സാണ്. നിങ്ങൾ അത് ആക്സസ് ചെയ്യും. ഓക്കെ, റിക്വസ്റ്റ് കോമ നമ്മുടെ HTML ഫയൽ analyze.html. ഓക്കെ, നമുക്ക് ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മുടെ സെർവർ ഒന്ന് റൺ ചെയ്യാം. cd TextUtils python manage.py run server. നമുക്ക് ഇനി നമ്മുടെ ആ URL കോൾ ആവുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇതിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി നമുക്ക് ഇവിടെ ഒരു സബ്മിറ്റ് ബട്ടൺ. ഓക്കെ, സബ്മിറ്റ് ഇപ്പോൾ ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് URL ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം മാനുവലായിട്ട്. അനലൈസ്. ഓക്കെ, ടെക്സ്റ്റ് അനലൈസ് എന്ന് പറഞ്ഞ ആ ഒരു പേജ് നമുക്കിവിടെ ഫെച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കോഡിൻ്റെ ലോജിക്ക് സെറ്റ് ചെയ്യാം. ഈ ടെർമിനൽ അങ്ങ് ക്ലോസ് ചെയ്യാം. VS കോഡ്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഡേറ്റേനെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലോട്ട് കൊടുക്കണം. അതിന് നമുക്കിവിടെ ഫോമിനകത്ത് ആദ്യം ആക്ഷൻ സെറ്റ് ചെയ്യണം. ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എങ്ങോട്ടാണ് നമ്മുടെ ഡേറ്റേനെ കൊടുക്കേണ്ടത്, ഏത് ഫംഗ്ഷനിലോട്ടാണ്. നമുക്കിപ്പോൾ ഇവിടെ അനലൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേക ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഈ ഫംഗ്ഷനിലോട്ട് നമ്മുടെ ഡേറ്റേനെ കൊടുക്കണം. അതിനപ്പോൾ നമ്മളിവിടെ ഈ ഫംഗ്ഷനെ വിളിക്കാൻ നമ്മൾ കൊടുത്ത URL അനലൈസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പം ഈ അനലൈസ് എന്ന് പറയുന്ന URL കോൾ ചെയ്താലേ നമുക്കിവിടെ ഈ അനലൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡെക്സിൽ നമ്മുടെ ഫോമിന് ഒരു ആക്ഷൻ കൊടുക്കുക. ഇവിടെ അനലൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആ URLനെ കോൾ ചെയ്യാനുള്ള ആക്ഷൻ നമ്മളിവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് മെത്തേഡ് വഴിയാണ് നമ്മുടെ ഡേറ്റേനെ കൊടുക്കുന്നതെന്ന് കൊടുക്കണം. മെത്തേഡ് അസൈൻ നമ്മളിവിടെ ഗെറ്റ് മെത്തേഡ് വഴിയാണ് കൊടുക്കുന്നത്. ഈ ഗെറ്റ് മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം നമ്മൾ ജാങ്കോയിൽ മാക്സിമം 2 മെത്തേഡേ യൂസ് ചെയ്യുന്നുള്ളൂ, ഗെറ്റും പോസ്റ്റും. അല്ലാണ്ട് വേറെ നമുക്ക് പുട്ടും അപ്ഡേറ്റും എന്നൊക്കെ പറഞ്ഞ് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ജാങ്കോയിൽ അത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജാങ്കോയിൽ അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. നമ്മൾ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡേറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് നമ്മളിവിടെ ബാക്ക് വന്നിട്ട് ദിസ് ഈസ് മീ
എന്നിട്ട് നമ്മളിവിടെ പങ്ക്ച്വേഷൻ ആക്ടിവേറ്റ് ചെയ്ത് നമുക്കൊന്നും സംഭവിച്ചില്ല. നമ്മുടെ ഡേറ്റ അങ്ങോട്ട് പോയില്ല. നമ്മുടെ ആ അനലൈസ് എന്ന് പറയുന്ന URL കോളും ആയിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മൾ അവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ ഈ ഡേറ്റയ്ക്ക് ഒരു ലേബൽ കൊടുക്കണം. നമ്മൾ എന്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ ഇതിനെ കോൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഈ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുന്നു. നമ്മൾ ഈ ടെക്സ്റ്റ് ഏരിയയിലാണല്ലോ നമ്മുടെ ടെക്സ്റ്റ് വരുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. നമ്മുടെ ആ ഇൻപുട്ട് ബോക്സിന് നമ്മൾ ടെക്സ്റ്റ് നെയിം എന്നൊരു പേര് കൊടുത്ത്, അപ്പോൾ അതിൻ്റെ ഡേറ്റയ്ക്കും ചെല്ലുന്ന പേര് ടെക്സ്റ്റ് നെയിം എന്ന് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നമ്മുടെ ചെക്ക് ബോക്സിന് ഒരു നെയിം കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ റിമൂവ് പങ്ക്ച്വേഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് റിമൂവ് പങ്ക് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. ഈ നെയിം വെച്ചാണ് നമുക്ക് ബാക്ക് എൻഡിൽ ഈ ഡേറ്റനെ ആക്സസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നെയിം കൊടുക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഡേറ്റനെ ബാക്ക് എൻഡിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഇവിടെ ദിസ് ഈസ് മീ എന്ന് പറഞ്ഞ് നമ്മുടെ ഡേറ്റ സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഡേറ്റ ഇനിയും ബാക്ക് എൻഡിൽ വിളിച്ചാലേ നമുക്ക് ഇനിയും ഡേറ്റ ഇവിടെ കറക്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ ഡേറ്റ എങ്ങനെ ബാക്ക് എൻഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മുടെ റിക്വസ്റ്റിനകത്ത് നമ്മുടെ ഡേറ്റയുണ്ട്. റിക്വസ്റ്റിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ റിക്വസ്റ്റിനകത്ത് ഗെറ്റ് മെത്തേഡിൽ നമ്മുടെ ഡേറ്റയുണ്ട്. അതെങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു കണ്ടീഷൻ വെക്കണം. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈസ് ഈക്വൽ ടു ഗെറ്റ്. നമ്മൾ ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഗെറ്റ് മെത്തേഡ് വഴി വരുന്ന ഡേറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ വെക്കുന്നത്. ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചില്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ പോസ്റ്റ് മെത്തേഡ് വഴി ഡേറ്റ സെൻഡ് ചെയ്യേണ്ടി വരും, ഗെറ്റ് മെത്തേഡ് വഴി ഡേറ്റ സെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗെറ്റ് മെത്തേഡ് വഴി നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് ഈ വഴി ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ഒരു വേരിയബിളിലോട്ട് എടുക്കാം. നമ്മുടെ ഡേറ്റ എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ റിക്വസ്റ്റിനകത്താണ്. റിക്വസ്റ്റിനകത്ത് ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡിലാണ് നമ്മുടെ ഡേറ്റ ഇരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൊടുക്കാം. ഇപ്പം നമ്മുടെ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് എഴുതിയാണ്. നമ്മളിവിടെ ജസ്റ്റ് ഗെറ്റ് തന്നെ എഴുതാം. നമ്മൾ ഗെറ്റാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ഇനി നമ്മൾ ഗെറ്റും പോസ്റ്റും മാത്രം ജാങ്കോയിൽ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് നമ്മളെ ആ നെയിം വെച്ച് നമുക്കിവിടെ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളപ്പം ടെക്സ്റ്റ് ഏരിയയ്ക്ക് കൊടുത്ത നെയിം ടെക്സ്റ്റ് നെയിമാണ്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് വേണ്ടത് നമ്മുടെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ നമ്മുടെ ചെക്ക് ബോക്സിന് നമ്മൾ കൊടുത്ത പേര് റിമൂവ് പങ്കാണ്. എന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് വേരിയബിളിൽ റിമൂവ് പങ്ക് എന്ന് തന്നെ കൊടുക്കാം, റിമൂവ് പങ്ക്. എന്നിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ നെയിം കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ടെക്സ്റ്റ് കോമ റിമൂവ് പങ്ക്. നമുക്ക് ഇനി അവിടെ ഡേറ്റ വരുന്നുണ്ടോ എന്ന് നോക്കാം. URL ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. ബാക്കിലുള്ള ആ ക്വസ്റ്റ്യൻ മാർക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് ദിസ് ഈസ് മീ, എന്നിട്ട് റിമൂവ് പങ്ക്ച്വേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ URLലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഡേറ്റ ഇവിടെ സെൻഡ് ആവുന്നത്. ഇപ്പം നമ്മൾ പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡേറ്റ ഇതുപോലെ ഇവിടെ നിന്ന് സെൻഡ് ആവത്തില്ല. ഈ URL കാണിക്കത്തില്ല, സെൻഡ് ആവും, പക്ഷേ നമ്മുടെ URL കാണിക്കത്തില്ല. പക്ഷേ നമ്മളിവിടെ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡേറ്റ ഇവിടുന്ന് സെൻഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ഏരിയയ്ക്ക് കൊടുത്ത പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റ് ഏരിയയ്ക്ക് നമ്മളിവിടെ കൊടുത്ത പേര് ടെക്സ്റ്റ് നെയിമാണ്. ആ ടെക്സ്റ്റ് നെയിമിനകത്ത് ദിസ് ഈസ് മീ എന്ന് പറയുന്ന ഡേറ്റ കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ചെക്ക് ബോക്സിന് കൊടുത്ത പേര് റിമൂവ് പങ്കാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തത് കൊണ്ട് ഓൺ കാണിക്കുന്നു. നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡേറ്റ ഇവിടുന്ന് പോകത്തില്ല. ഓക്കെ, നമുക്കിനി ആ ഡേറ്റ ഇവിടെ എടുത്തിട്ടുണ്ട്, നമ്മളിവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് മീയും ഓണും ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ റിമൂവ് പങ്ക്ച്വേഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് നെയിം മാത്രമേ പോകത്തുള്ളൂ. അതിന് നമുക്കിപ്പോൾ അതുകൊണ്ട് ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടില്ല, നമ്മളിവിടെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കണം. നമ്മളിപ്പം ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഡേറ്റ എന്ന് പറയുന്ന ഓൺ എന്നാണ്, ഇവിടുന്ന് ഓൺ എന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ ഓഫ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ നമ്മുടെ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ analyze.html എന്ന ഫയലിലോട്ട് സെൻഡ് ചെയ്യാം. ടെക്സ്റ്റ് ഏരിയനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ റിമൂവ് പങ്ക്ച്വേഷൻ ആണ് ചെയ്യേണ്ടത്. ഇതിന് നമ്മളിപ്പോൾ ഈ ടെക്സ്റ്റിൽ ജസ്റ്റ് അവിടെ നിന്ന് നമുക്ക് ആദ്യം നമ്മുടെ ഡേറ്റനെ ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ചുമ്മാ ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം.
അതിന് ജസ്റ്റ് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ അതിൽ നമ്മൾ ഒരു അനലൈസും ചെയ്യാണ്ട് ചുമ്മാ സെൻഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് ഈസ് ടെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് മാത്രം ഇവിടെ സെൻഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഡേറ്റനെ ഇവിടെ പാരാമീറ്റർ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കും. നമ്മുടെ ഈ റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഡേറ്റേനെ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് അനലൈസ് ഡോട്ട് ടെക്സ്റ്റിനകത്ത് വന്നിട്ട് നമ്മുടെ പി ടാഗിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു ഡേറ്റേനെ ഇൻഡെക്സ് നമ്മുടെ HTML ഫയലിലോട്ട് കൊണ്ടുവരുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ അവിടെ കൊടുത്ത നെയിം നമ്മളിപ്പം നമ്മുടെ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന നെയിമാണ് നമ്മൾ ഈ ഡേറ്റയ്ക്ക് കൊടുത്തത്. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഡേറ്റയ്ക്ക് കൊടുത്തത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് DJ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ അനലൈസിനകത്ത് വന്ന് DJ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ ഇവിടെ വരും. ജസ്റ്റ് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ദിസ് ഈസ് മീ എന്നിട്ട് റിമൂവ് പങ്ക് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സെൻഡ് ചെയ്യുന്നു. നമ്മൾ ഈ അവിടെ ടൈപ്പ് ചെയ്ത ദിസ് ഈസ് മീ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ദിസ് ഈസ് മീ 2-3 പങ്ക്ച്വേഷൻ കൂടെ കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് നമുക്കിവിടെ പങ്ക്ച്വേഷൻസ് വരുന്നുണ്ട്. നമ്മളുടെ ജോലി എന്ന് വെച്ചാൽ നമ്മൾ ഈ പങ്ക്ച്വേഷൻസിനെ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ ഔട്ട്പുട്ട് കാണിക്കാൻ. അതിന് നമ്മൾ ജസ്റ്റ് നമ്മുടെ കോഡ് നമുക്ക് എഴുതാം. ഇപ്പം ആദ്യം ഞാൻ അനലൈസ്ഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ചുമ്മാ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് വരുന്ന ഡേറ്റയ്ക്കകത്ത് നമുക്ക് ഫോർ ലൂപ്പ് ഇട്ട് ലൂപ്പ് ചെയ്യാം. ഫോർ ക്യാർ എന്ന് വെച്ചാൽ ക്യാരക്ടർ ഇൻ ടെക്സ്റ്റ്. എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ ഒരു ഡേറ്റ വേണം. നമ്മൾ ഈ പങ്ക്ച്വേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. പങ്ക്ച്വേഷൻ ലിസ്റ്റ് ഫോർ പൈത്തൺ. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ പങ്ക്ച്വേഷൻസിനെ കിട്ടും. ഇത് ഇത്രയാണ് പങ്ക്ച്വേഷൻസ്. നമ്മളത് ഇവിടെ വന്ന് നമ്മളുടെ പങ്ക്ച്വേഷൻസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്ത് കൊടുക്കാം. ഇവിടെ നമ്മളിപ്പം ഇതിനെ പേസ്റ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു എറർ വരുന്നുണ്ട്. ഇത് കുറച്ച് കമൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒരു വഴി എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇവിടെ വലിയ സ്ട്രിങ് ആയിട്ട് കൊടുക്കുക. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റ് അതിനെ ഒരു സ്ട്രിങ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇനിയും ടെക്സ്റ്റിനകത്ത് ഇഫ് char not equal to punctuation എന്നിട്ട് നമുക്ക് അങ്ങനെ ഈ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഓരോ ക്യാരക്ടറും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മുടെ ഇതിനെ നമുക്ക് ആ ടെക്സ്റ്റിനെ മാത്രം നമ്മുടെ അനലൈസ്ഡിനകത്തോട്ട് അപ്പൻഡ് ചെയ്യാം. അനലൈസ്ഡ് അസൈൻ അനലൈസ്ഡ് പ്ലസ് നമ്മുടെ ക്യാരക്ടർ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് സ്ട്രിങ് ആണ് കൊടുത്തത്. ആ ബ്ലാങ്ക് സ്ട്രിങ്ങിനകത്തോട്ട് നമ്മുടെ ഈ ഡേറ്റ കറക്റ്റായിട്ട് വന്ന് കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മളുടെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിതിനെ ഈ അനലൈസ്ഡ് എന്ന് പറയുന്ന ഈ വേരിയബിളിനെ നമുക്ക് ഇനി നമ്മുടെ ഡേറ്റയിലോട്ട് സെൻഡ് ചെയ്യാം. DJ ടെക്സ്റ്റിനകത്ത് നമുക്ക് DJ ടെക്സ്റ്റിന് പകരം അനലൈസ്ഡ് സെൻഡ് ചെയ്യാം. ഈ അനലൈസ്ഡിനകത്ത് ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് പങ്ക്ച്വേഷൻ എല്ലാം റിമൂവ് ചെയ്ത് കറക്റ്റ് ആൻസർ കിട്ടണം. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് മീ എന്നിട്ട് 2-3 പങ്ക്ച്വേഷനൊക്കെ ഇട്ടു സെൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തോ എറർ വന്നിട്ടുണ്ട്. നമ്മളുടെ ഡേറ്റ ഇവിടെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ നോട്ട് ഈക്വൽ ടു അല്ല കൊടുക്കേണ്ടത്. ഈസ് നോട്ട് ഇൻ പങ്ക്ച്വേഷൻ. ഓക്കെ, നമ്മുടെ ഈ ക്യാരക്ടർ പങ്ക്ച്വേഷനിൽ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാറുള്ളൂ. നമ്മൾ ഈക്വൽ ടു അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ലൂപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിഫ്രഷ്. ദിസ് ഈസ് മീ. ജസ്റ്റ് 2-3 പങ്ക്ച്വേഷനൊക്കെ ഇട്ട്
ഓക്കെ, ദിസ് ഈസ് മീ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ ശ്രദ്ധിച്ച് നമുക്കവിടെ സ്പേസ് കിട്ടുന്നില്ല. നമ്മൾ ഇതിനകത്ത് വന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ പങ്ക്ച്വേഷൻ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ വന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്പേസും അവിടെ ഒരു പങ്ക്ച്വേഷൻ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഇതിനകത്ത് പെടത്തില്ല. ജസ്റ്റ് ഒരു റിഫ്രഷ് അടിച്ച് ദിസ് ഈസ് മീ നമ്മൾ സബ്മിറ്റ് ചെയ്തു. നമുക്ക് ദിസ് ഈസ് മീ വിത്ത് സ്പേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും അടുത്തൊരു ചെക്ക് കൂടെ വെക്കണം. നമ്മളിപ്പം നമ്മളുടെ ഡേറ്റ ഇവിടെ നമ്മൾ ഇതിനെ റിമൂവ് പങ്കെന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം നമുക്കിവിടെ ഇതിനെ റിമൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റിമൂവ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വെക്കണം. ഇഫ് റിമൂവ് പങ്ക് ഈസ് ഈക്വൽ ടു ഓൺ ആണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഈ പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ ഈ ചെക്കിനകത്ത് കൊണ്ടുവരാം, നമ്മുടെ കണ്ടീഷനകത്ത് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനിയും ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. എന്നിട്ട് ദിസ് ഈസ് മീ എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്തു. നമ്മളവിടെ ഓൺ ചെയ്തതുകൊണ്ട് നമുക്കിവിടെ ദിസ് ഈസ് മീ വന്നു. ഇനി നമ്മൾ ഓൺ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്താൽ നമുക്ക് എറർ വരും. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ടത് ഒരു എൽസ് ഇടണം. നമ്മൾ എന്തുവാ ഇത് ചെക്ക് ചെയ്തിട്ടില്ല എന്ത് ചെയ്യണമെന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അവിടെ ജസ്റ്റ് ഒരു എൽസ് കൊടുത്തിട്ട് റിട്ടേൺ HTTP റെസ്പോൺസ് എറർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് മീ പങ്ക്ച്വേഷൻ ക്ലിക്ക് ചെയ്യുന്നില്ല, നമുക്കിവിടെ എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് എക്സസൈസ് ചെയ്യണം. നമുക്കിപ്പം ഇവിടെ നമ്മൾ ഒരൊറ്റ ബട്ടണേ വെച്ചിട്ടുള്ളൂ, റിമൂവ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞ്. നമുക്ക് ഇനി 2 ബട്ടൺ കൂടെ വേണം. ഇവിടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മളിവിടെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് പങ്ക്ച്വേഷന് പകരം ക്യാപിറ്റലൈസ് ചെയ്യണം. നമ്മൾ ടൈപ്പ് ചെയ്ത ഡേറ്റനെ മൊത്തം ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഡേറ്റ ഇവിടെ കിട്ടണം. നമ്മൾ ഇതിന് നെയിമും കൊടുക്കുന്ന ക്യാപിറ്റലൈസ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊരു എക്സസൈസ് ആയിട്ട് കണ്ടാൽ മതി. നമ്മളിവിടെ ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇപ്പം നമ്മൾ ദിസ് ഈസ് മീ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ബാക്കി ആൻസർ നമ്മളുടെ റിട്ടേൺ ചെയ്യേണ്ടി വരുന്നത് ദിസ് ഈസ് മീ എന്ന് പറയുന്ന മൊത്തം ക്യാപിറ്റൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കണം. ഇവിടെ ജസ്റ്റ് ഒരു BR ടാഗ് കൊടുക്കാം നമുക്ക്. BR. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്യാപിറ്റലൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഓക്കെ, ക്യാപിറ്റലൈസിൻ്റെ കൂടെ നമ്മൾ ബാക്കി ലോവർ ആക്കണം. നമ്മൾ ചെയ്തേക്കുന്നത് അപ്പർ കേസിലാണെങ്കിൽ അതിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് നമുക്കിവിടെ ജസ്റ്റ് ഇതിനെ ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു BR ടാഗ് കൊടുക്കാം. BR ടാഗ് ഇവിടെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ലോവർ, അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ലോവർ നമ്മളിപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ദിസ് ഈസ് മീ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരേണ്ട ഔട്ട്പുട്ട് ദിസ് ഈസ് മീ എന്ന് പറയുന്ന മൊത്തം ലോവർ കേസിലുള്ളതായിരിക്കണം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമുക്കിവിടെ ലോവറും വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്താലേ നിങ്ങൾക്ക് ഇതിലൊരു ലോജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണുക, ഈ വീഡിയോ ഒന്ന് ചെയ്തു നോക്കാതെ ആരും ഇരിക്കില്ല. ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഇപ്പം ഞാനും എൻ്റെ കോഡിങ്ങിൻ്റെ തുടക്കകാലത്ത് ചെയ്തിരുന്നൊരു മണ്ടത്തരമാണ്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും, എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ അറിയാമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ ചെയ്തു നോക്കിയാലേ വഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്.